മാമലക്കണ്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സോഷ്യൽ മീഡിയയിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾ മാമലക്കണ്ടം പറഞ്ഞില്ല, ഞങ്ങളിപ്പോ ഒന്ന് ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അത് ഈ ഉള്ളുക്കുഴിയെയും നമ്മളെ മാമലക്കണ്ടത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് ഈ പദ്ധതി വരുന്നതോടുകൂടി എന്നേക്കുമായി ഉള്ളുക്കുഴി നഷ്ടപ്പെടും. അപ്പൊ ഉള്ളുക്കുഴി വന്നിട്ടുള്ളവർക്ക് എല്ലാം അറിയാൻ പറ്റും അതിന്റെ മഹത്വം എന്താന്ന്. അപ്പൊ അത് നഷ്ടപ്പെടുക, അത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് മീഡിയയും സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കാരണം വെച്ചാൽ ടണലടിച്ചാണ് ഒരു 3-4 കിലോമീറ്റർ അകലെ ടണലടിച്ച് ഈ വെള്ളം കൊണ്ടുപോയി അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ ഈ 5-6 മാസത്തെ കറണ്ട് ഇവിടെ കിട്ടാറുള്ളൂ. പക്ഷെ അതൊന്നും അല്ല ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കിലോമീറ്ററോളം തുരന്ന് പാറ കിട്ടും. ടണലുണ്ടാക്കുക എന്ന് പറയുമ്പോ അതുപോലെ ടൺ കണക്കിന് പാറ കിട്ടും. അപ്പൊ അതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. ഒരു പക്ഷേ ഈ തുരങ്കം തീർന്നതോടുകൂടി ഈ പദ്ധതി ചിലപ്പോൾ വേണ്ടെന്ന് വെച്ച് നഷ്ടമെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ പാറ തീർന്നു കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പഞ്ചായത്തും ഞങ്ങളുടെ നാട്ടുകാരും മെമ്പർമാരെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അതിനെ ഞങ്ങൾ എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം വെച്ചാൽ കോവിഡിന് ശേഷമാണ് മാമലക്കണ്ടം ഉണ്ടായത്. അല്ലെ ഇതും ഒരു മാമലക്കണ്ടം ഇല്ലായിരുന്നു. മാമലക്കണ്ടം എവിടെയാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു 12,000 വീട്ടുകാരുണ്ട്, 2 ആദിവാസി കുടിയുണ്ട്. ഇവർക്കല്ല. അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ ടണ്ണ് പോകുന്നതുകൊണ്ട് ഈ കല്ലുകളൊക്കെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ ആ കല്ലുകളൊക്കെ ഈ ഉണ്ടക്കല്ലുകളായിട്ട് ഇരിക്കുക. അടിയില് ഈ ബ്ലാസ്റ്റിംഗ് നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് കല്ലെല്ലാം ഉരുണ്ട് വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ ജലക്ഷാമം ഇതെല്ലാം ഞങ്ങളെ ബാധിക്കും. എന്നേക്കുമായി മാമലക്കണ്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇതിപ്പം ഒരു 5-6 വർഷമായി. ഇതുവരെ വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പൊ പല പല പ്രശ്നങ്ങളിൽ ഇവരിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് ഉണ്ടോ അല്ലെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ നാട്ടുകാര് മെമ്പർമാര് സഹിതം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് നിൽക്കുകയാണ്. അപ്പം അതിന്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവണം. മാമലക്കണ്ടത്തിന് സേവ് ചെയ്യണം. ഇവിടെ ഇപ്പൊ ഈ ജനവാസം തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി? ഇതൊരു 80 വർഷത്തോളമായി. നമ്മുടെ ആർശങ്കർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നമുക്ക് ഈ മാമലക്കണ്ടം തന്നതാണ്. ഹോസ്പിറ്റൽ അങ്ങനത്തെ കാര്യങ്ങൾ? ഹോസ്പിറ്റലിൽ 40 കിലോമീറ്റർ നടന്നു പോകണം, ബസ്സിനൊക്കെ പോകണം, ദൂരം പോകണം. പക്ഷെ അത്രയും ദൂരം ഉണ്ട് നല്ല ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ. നമ്മുടെ ഇവിടെ നല്ലത് ഹോസ്പിറ്റലൊന്നും ഇവിടെ ഇല്ല. അത്യാവശ്യം നമ്മുടെ ആയുർവേദം, ഒരു ഹോമിയോ ചെറിയ ഡിസ്പെൻസറികളേ ഉള്ളൂ. അപ്പൊ യാത്രാ സൗകര്യം. അപ്പൊ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ അതുപോലെ കഷ്ടപ്പെട്ട് അതുപോലെ നിന്ന് നടന്നു വന്നാണ് 10-12 കിലോമീറ്റർ വന്നാണ് ഈ മാമലക്കണ്ടത്ത് വന്ന് സാധനങ്ങൾ കൊണ്ടുവരിക, പോവുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ബസ്സൊന്നും ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ഞങ്ങൾ ഈ മാമലക്കണ്ടം പറഞ്ഞില്ല, ഞങ്ങളിപ്പോ ഒന്ന് ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ആളുകൾ എന്ത് ജോബാണ്? കൃഷിയായിരുന്നു. കൃഷി എന്ന് വെച്ചാൽ നേരത്തെ പുൽത്തേലുമായിരുന്നു ഫസ്റ്റ് കൃഷി. അതെല്ലാം കഴിഞ്ഞപ്പോ കൊടിയായി, കുരുമുളക്, പിന്നെ റബ്ബറായി. ഇതെല്ലാം കഴിഞ്ഞപ്പോ റബ്ബറൊക്കെ വെട്ടാൻ ആളില്ലാത്തത് കൊണ്ടും പിന്നെ കൃഷിയിലേക്ക് പോകുന്ന വെച്ചാല് മറ്റേ പന്നി ശല്യം, അതുപോലെ ആനശല്യം, ഇതൊക്കെ വളരെ രൂക്ഷമായി നിൽക്കുകയാണ്. അപ്പൊ ഫോറസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. വന്ന് നശിപ്പിച്ചാൽ നശിപ്പിച്ചു, നിങ്ങൾ മാറിക്കോളാൻ അവര് പറയുന്നത്. അങ്ങനെയുള്ള പല രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് പറയുകയാണെങ്കിൽ. പക്ഷെ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ വരെ വഴിയില്ല. ഞങ്ങളുടെ പട്ടയം തന്നിട്ടില്ല. ഈ ചുറ്റുവട്ടം, അത് കുട്ടമ്പഴ പഞ്ചായത്തിന്റെ ചുറ്റുവട്ടം മുഴുവനും പട്ടയം കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് പട്ടയമില്ല. കാരണം എന്നാ വെച്ചാൽ ഈ ഡാം വരുന്നതിന്റെ ആണ്. അതോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പട്ടയമില്ല. പട്ടയം തന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം തരണം, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് തരാൻ കഴിയാത്തത് കൊണ്ട് പട്ടയമില്ല. അപ്പൊ ഇപ്പം പട്ടയില്ലാത്ത വസ്തു ഫോറസ്റ്റ് ഭൂമിയാ, അല്ല റവന്യൂ ഭൂമിയാ. അത് ഒരു കാരണവും കൂടാതെ നമ്മളെ ഏർപ്പെടാൻ സാധിക്കും. ഈ ഒരു ലക്ഷ്യത്തോട് വെച്ചാണ് ഞങ്ങൾക്ക് പട്ടയം പോലും തരാത്തത്. അപ്പൊ എല്ലാ രീതിയിലും ഞങ്ങളെ ചുറ്റുമുറി നശിപ്പിക്കുക, അല്ല ഞങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ ഈ ജലവൈദ്യുത പദ്ധതി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഈ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രപഞ്ചത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇവരെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഇവിടെ പ്രകൃതി സ്നേഹികള്, അതുപോലെ പരിസ്ഥിതി ആൾക്കാര്, ഇവരാരും ഇതിനകത്ത് ബന്ധപ്പെടുന്നില്ല. ഓക്കെ. അപ്പൊ അന്നേരം ഇതെല്ലാം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് സോഷ്യൽ മീഡിയ അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വൈറലായിട്ട് വന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. മാക്സിമം എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമായിട്ടും ഞങ്ങളുടെ അഭ്യർത്ഥനയായിട്ട് സ്വീകരിക്കുക.